പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം. കർത്താവിൽ പ്രിയരെ, വീണ്ടും ഒരു സാക്ഷ്യം കൂടി പറയുവാൻ അവസരം ലഭിച്ചതിനാൽ ഞാൻ കർത്താവായ യേശുവിന് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന സാക്ഷ്യം CSI സഭാംഗങ്ങളായ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന പെന്തക്കോസ്ത് അനുഭവം ഞങ്ങളെ എങ്ങനെ സുവിശേഷത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റി എന്നുള്ളതിനെ കുറിച്ചാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും മധ്യത്തിലെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ അല്പം ആശ്വാസത്തിനും സൗഖ്യത്തിനും സമാധാനത്തിനുമായുമാണ് ഞങ്ങൾ പ്രാർത്ഥനാ സഭകളിലേക്ക് പോയി തുടങ്ങിയത്. ഞങ്ങൾക്ക് കുടുംബത്തിൻ്റെ പുറത്ത് ഒരു ലക്ഷ്യവും തീരുമാനങ്ങളും ഉണ്ടായിരുന്നില്ല. എന്നാൽ ജീവിതം സമാധാനമായി മുന്നോട്ട് പോകുവാൻ വേണ്ടി മാത്രം കർത്താവായ യേശുവിനെ അന്വേഷിക്കുകയും ആശ്രയിക്കുകയും ചെയ്ത ഞങ്ങൾക്ക് സൗഖ്യവും സമാധാനവും ലഭിച്ചതിനോടൊപ്പം രക്ഷയുടെ സന്തോഷവും നിത്യതയുടെ പ്രത്യാശയും പരിശുദ്ധാത്മാവിൽ സന്തോഷവും സൗജന്യമായി ലഭിച്ചു. അന്ന് ഞങ്ങൾക്കുണ്ടായ പെന്തക്കോസ്ത് അനുഭവത്തെക്കുറിച്ച് പറഞ്ഞാൽ 1 ശമൂവേൽ 10-ാം അധ്യായം അതിന്റെ 6-ാം വചനത്തിൽ ശമൂവേൽ പ്രവാചകൻ ബെന്യാമീൻ ഗോത്രക്കാരനായ കീശിന്റെ മകനായ ശൗലിനോട് ഇപ്രകാരം പറഞ്ഞു: യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അന്ന് തന്നെ ഈ വചനം നിറവേറുകയും ചെയ്തു. എന്നാൽ ഈ വചനം ഞങ്ങൾക്ക് ലഭിച്ച പെന്തക്കോസ്ത് അനുഭവത്തിലൂടെ അക്ഷരാർത്ഥത്തിൽ ഞങ്ങളുടെയും ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുകയായിരുന്നു. സത്യത്തിൽ ആൾ മാറിയതുപോലെ അല്ല, മറിച്ച് എന്നേക്കുമായി ഞങ്ങൾ മറ്റൊരാളായി മാറിപ്പോവുകയായിരുന്നു. അമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടപ്പോൾ ഞങ്ങളിൽ ഉണ്ടായിരുന്ന സകല സങ്കടങ്ങളും നിരാശകളും പരാജയഭീതികളും വേദനകളും പാപശാപ ബന്ധനങ്ങളും ആകുലതകളും ലോകവും പാരമ്പര്യവും ഞങ്ങളുടെ തീരുമാനങ്ങളും ആഗ്രഹങ്ങളും ഒപ്പം രോഗങ്ങളും എല്ലാം പോയി മറഞ്ഞു. എന്തു കഴിക്കും എന്തു കുടിക്കും എന്നുള്ള സകല ചിന്തകളും ഒഴിഞ്ഞുപോയി. കണ്ണുനീരും നിലവിളിയും ആനന്ദഘോഷമായി മാറ്റപ്പെടുകയായിരുന്നു. പിന്നെ സ്തുതിയും ആരാധനയും ദിവസങ്ങളോളം തുടർന്നു പോയാലും തളർന്നു പോവുകയോ മടുത്തു പോവുകയോ ഫീൽ ചെയ്യാത്തതായ അനുഭവം. ലോകത്തിലെ സകല സന്തോഷങ്ങൾക്കും ഒരു അവസാനമുണ്ട്, വിരസതയുണ്ട്. എന്നാൽ ഒരിക്കലും തീരാത്ത സന്തോഷവും സമാധാനവും ആനന്ദവുമാണ് പെന്തക്കോസ്ത് അനുഭവത്തിലൂടെ ഞങ്ങളിലേക്ക് എത്തിച്ചേർന്നത്. ആമേൻ, ഹല്ലേലൂയ. ഈ സന്തോഷവും സമാധാനവും ഇല്ലാതെ ഞങ്ങൾ എങ്ങനെ 24ഉം 27ഉം വയസ്സുവരെ ജീവിച്ചു എന്നോർത്ത് അന്ന് ഞങ്ങൾക്ക് ഞങ്ങളോട് തന്നെ സഹതാപം തോന്നിയിരുന്നു. ഇത്രയൊക്കെ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതിനാൽ ഞങ്ങൾ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ 1 കൊരിന്ത്യർ 9:16 പറയുന്നത് പോലെ ഞങ്ങൾക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. കാരണം നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഈ നിർബന്ധം ഒരു മതസംഘടനകളുടെയും പ്രേരണയല്ല, ഞങ്ങൾക്ക് ലഭിച്ച ആത്മീകാനുഗ്രഹങ്ങളുടെയോ ആത്മരക്ഷയുടെയോ നന്ദി സൂചകവും അല്ല, മറിച്ച് പെന്തക്കോസ്ത് അനുഭവത്തിലൂടെ ഞങ്ങളിലേക്ക് വന്നു വസിച്ച ദൈവത്തിന്റെ സ്നേഹമാണ് ഞങ്ങളെ നിർബന്ധിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഈ സ്നേഹം ഞങ്ങളെ സുവിശേഷം പറയുവാൻ മാത്രമല്ല, ഞങ്ങളുടെ തന്നെ ക്രൂശ് എടുക്കുവാനും സഹായിക്കുന്നു. ആ സ്നേഹത്തിന്റെ നിർബന്ധത്തെ അതിജീവിക്കുവാൻ സാമ്പത്തിക ക്ലേശത്തിനോ 47ഉം 48ഉം ഡിഗ്രി ചൂടിനോ തണുപ്പിനോ വളരെ ലിമിറ്റഡായ ജീവിത സാഹചര്യങ്ങൾക്കോ സത്യത്തിൽ രോഗങ്ങൾക്കോ ഉപദ്രവങ്ങൾക്കോ യാതൊന്നിനും കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. താൻ ജനിച്ചു വളർന്ന ദേശവും ആ ചുറ്റുപാടുകളും വളരെ ഇഷ്ടപ്പെട്ടിരുന്ന എൻ്റെ ഭർത്താവ് എന്നോട് പല പ്രാവശ്യം പറഞ്ഞിരുന്നു, ഈ ദേശം വിട്ട് ഒരു ദിവസം പോലും മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കുന്നതിനായി എനിക്ക് ചിന്തിക്കുവാൻ പോലും കഴിയുകയില്ല. അങ്ങനെ ആയിരുന്ന ഞങ്ങൾ ഇന്ന് ഈ ഉത്തർപ്രദേശിലായിരിക്കുന്നുവെങ്കിൽ, മരണം വരെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് പെന്തക്കോസ്ത് അനുഭവത്തിലൂടെ ഞങ്ങളിലേക്ക് എത്തിച്ചേർന്ന കർത്താവിന്റെ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ചിന്തിക്കാം, ഇത് എങ്ങനെ സംഭവിക്കുന്നുവെന്ന്. 1 കൊരിന്ത്യർ 2:11-12 വചനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും? അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്തകളും ആഗ്രഹങ്ങളും തീരുമാനങ്ങളും നാം പറയാതെ എഴുതാതെ പ്രകടിപ്പിക്കാതെ മറ്റാർക്കും തന്നെ അറിയുവാൻ സാധിക്കുകയില്ല. അവണ്ണം തന്നെ ദൈവത്തിന്റെ വിചാരങ്ങളും പദ്ധതികളും തീരുമാനങ്ങളും ദൈവാത്മാവല്ലാതെ ആരും അറിയുന്നില്ല. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു,
ദൈവത്തിന്റെ ചിന്തകളും പദ്ധതികളും തീരുമാനങ്ങളും നാം അറിയുവാനായി കർത്താവായ യേശു ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നൽകിയിരിക്കുന്നത്. ഇത് മുഖാന്തരമാണ് ഒരു വ്യക്തി കർത്താവിന്റെ രാജ്യത്തിന്റെ തീരുമാനങ്ങളുടെയും പദ്ധതികളുടെയും ഭാഗമായി തീരുന്നത്. ഇതാണ് പെന്തക്കോസ്ത് അനുഭവത്തിലൂടെ സംഭവിക്കുന്നത്. അല്ലാതെ ചിലർ കരുതുന്നത് പോലെ ഒരു മതവും ഈ ലോകത്ത് സ്ഥാപിക്കുവാൻ ഞങ്ങൾ ആരും ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല. യേശു പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല. ആമേൻ. ഒരിക്കലും അസ്തമിച്ചു പോകാത്തൊരു രാജ്യത്തിന്റെ അംഗമായി തീരുവാനും സാക്ഷിയാകുവാനും സാക്ഷി പറയുവാനും തന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ തിരഞ്ഞെടുത്ത കർത്താവായ യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യത്തിൽ നിന്നും വിരമിക്കുന്നു. നിങ്ങൾക്ക് സമാധാനം. ആമേൻ.